ഹലോ, ഞാൻ ഉണ്ണീഷാണ്. ഇത് തമിഴ്നാട് തക്കലയ്ക്കടുത്തുള്ള പത്മനാഭപുരം പാലസാണ്. പാലസിന് തൊട്ട് മുന്നിലായിട്ട് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കുഞ്ഞ് തട്ടുകട നിങ്ങൾക്ക് കാണാൻ പറ്റും. അധികം ആംബിയൻസ് ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ ഈ ഒരു തട്ടുകടയിൽ വരല്. ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം ഫുഡ് കഴിക്കുന്ന ഒരു തട്ടുകടയാണ് കേട്ടോ. അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പഴക്കം ഫീൽ ചെയ്യും. അതുപോലെ തന്നെ വിറകടുപ്പിലാണ് ഇവിടെ ആഹാരം എല്ലാം പാചകം ചെയ്യുന്നത്. അതുകൊണ്ടൊരു പുകയുടെ ഒരു ശല്യം കൂടെ കാണും. അതൊന്നും നിങ്ങൾ നോക്കാതെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫുഡ് ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും രാവിലെ വന്നാലും ഇവിടെ നിന്ന് കഴിക്കാറുള്ള ഫുഡാണ് നല്ല ചൂട് പൊറോട്ടയും അതുപോലെ തന്നെ ഈ തട്ടുകടയുടെ ഫേമസ് ആയിട്ടുള്ള ബീഫ് കറിയും കേട്ടോ. നല്ല ചൂട് പറക്കുന്ന ബീഫ് കറി നമുക്ക് രാവിലെ മുതലേ ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റും. വിറകടുപ്പിൽ ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായ സ്വാദും കാണും കേട്ടോ. ഈ ഒരു പ്ലേറ്റ് ബീഫ് കറിക്ക് അവർ ചാർജ് ചെയ്യുന്നത് 90 രൂപയാണ്. പൊറോട്ടയ്ക്ക് 10 രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ നമ്മൾ തമിഴ്നാട്ടിൽ വന്ന് കഴിക്കുമ്പോൾ ആ ഒരു കറിക്ക് തമിഴ്നാട് സ്റ്റൈലിൻ്റെ ഒരു രുചിയായിരിക്കും കിട്ടാറുള്ളത്. പക്ഷേ ഇവിടുത്തെ ബീഫ് കറിക്ക് എനിക്ക് നല്ല പരിചയമുള്ള സ്വാദായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മലയാള സ്റ്റൈലിലാണ് ഇവിടുത്തെ ഈ ഒരു ബീഫ് കറിയുടെ മസാല ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിച്ചാലും ഈ ഒരു കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെയാണ് ഈ ഒരു മസാല ചെയ്തിട്ടുള്ളത്. എനിക്കൊരു പഴയ ഓർമ്മ വരാറുണ്ട് കേട്ടോ. ഈ ഒരു മസാല എൻ്റെ നാട്ടിൽ സദാശിവൻ എന്ന് പറയുന്ന ഒരു മാമനുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിക്കാലത്തേ ഉള്ളൊരു തട്ടുകടയാണ്. അവിടുത്തെ ആ ഒരു ബീഫ് കറിയുടെ രുചിയാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കട എനിക്ക് മറക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ നിന്ന് എപ്പോഴും ഫുഡ് കഴിച്ചാലും എനിക്ക് ആ ഒരു പഴയകാല ഓർമ്മ വരാറുണ്ട്. അതേ മണവും അതേ രുചിയാണ് കേട്ടോ ഈ ഒരു ബീഫ് കറിക്കും പ്രത്യേകിച്ച് പൊറോട്ടയ്ക്കും ഉള്ളത്. ചൂടോടുകൂടി വാഴയിലയിൽ കഴിക്കുമ്പോഴാണ് ആ ഒരു കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കേട്ടോ. 90 രൂപയ്ക്ക് എന്തുകൊണ്ടും ഈ ഒരു ബീഫ് കറി നിങ്ങൾക്ക് വർത്തായിരിക്കും. നിങ്ങൾ വലിയ ആംബിയൻസ് ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫുഡ് ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റും കേട്ടോ. എപ്പോഴും ഞാൻ കഴിക്കുന്നതല്ല, ഇവിടെ യാത്ര വരുമ്പോൾ മാത്രമാണ് കഴിക്കാറുള്ളത്. പൊറോട്ട ഇഷ്ടമല്ലാത്തവർക്ക് ദോശയും ഇവിടെ കിട്ടുന്നതാണ്. ബീഫിന് പുറമെ ചിക്കൻ കറിയും രാവിലെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. എന്ത് കഴിച്ചാലും കഴിച്ചതിന് ശേഷം ഈ മാമനടിക്കുന്ന ആ ഒരു ചൂട് ചായ ഉണ്ടല്ലോ, അതും കൂടെ വാങ്ങിച്ച് കഴിച്ചാലേ അതിനൊരു പൂർണ്ണ തൃപ്തി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പാലസിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഈ ഒരു തട്ടുകടയിലെ ഫുഡ് കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.